ഡോക്ടർ സമ്പത്ത്, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇതിനകത്ത് മറുപടി പറയണം എന്നാണ് മുഖ്യമന്ത്രി വീണ്ടും ആവശ്യപ്പെടുന്നത്, ഇന്നും ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനി 5 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഈ ദിവസങ്ങൾക്ക് ഉള്ളിൽ കഴിയുന്നിടത്തോളം കേരളത്തിൽ ഇത് എങ്ങനെ പറയാതെ മുന്നോട്ട് കടന്നു പോകാം എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? അതോ ഇത് ബോധപൂർവം തന്നെയാണ് CAA എന്നുള്ള ഒരു പദം പ്രകടന പത്രികയിൽ ഇല്ലാതെ പോയത് എന്ന് ഇന്ന് ഏറ്റവും ഒടുവിൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്ത കൂടി വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടി വരുന്നുണ്ടോ? ബോധപൂർവം ഡിലീറ്റ് ചെയ്യപ്പെട്ട ഒരു വാക്കാണ് പൗരത്വ നിയമ ഭേദഗതി നിയമം CAA എന്നുള്ളത് എന്ന് CPM ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? ഡോക്ടർ ലാലെ, ഈ പൗരത്വത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം 2 അനുച്ഛേദം ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. ആ പരാമർശിക്കുന്ന അനുച്ഛേദങ്ങളിലൊന്നും തന്നെ ജാതി, മതം, വർണ്ണം, ലിംഗം, പ്രദേശം, സാമൂഹികമോ സാമ്പത്തികവുമായിട്ടുള്ള ഈ മേലേത്തട്ട്, താഴേത്തട്ട് അല്ലെങ്കിൽ ഉച്ചനീചത്വങ്ങൾ ഇതൊന്നും അവിടെ വിഷയമല്ല. അപ്പോൾ ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിലെ പൗരത്വത്തെ സംബന്ധിച്ചുള്ള നിയമത്തിൻ്റെ ഭേദഗതി എന്നുള്ളത്, സിറ്റിസൺഷിപ്പ് ആക്ടിൻ്റെ ഭേദഗതി 2019 മെയ് മാസത്തിലാണ് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വരുന്നത്. 2019 ഡിസംബർ ആകുമ്പോഴേക്കും ഇവർ ഈ പൗരത്വ നിയമത്തിലെ ഭേദഗതി കൊണ്ടുവരികയാണ്. ശരിയല്ലേ? അതിനെ തുടർന്ന് എന്തായി? കേരളത്തിലാണ് ആദ്യമായി ഇതിനെതിരായ പ്രതിഷേധ ശബ്ദം ഉയരുന്നത്. അത് കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെ പറയുന്നു. CPIMൻ്റെ അഭിപ്രായം എന്നുള്ള നിലയിലേക്ക് സഖാവ് സീതാറാം യെച്ചൂരി ഇക്കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. രാജ്യത്തെമ്പാടും CPIMൻ്റെയും മറ്റ് ഇടതുപക്ഷ പാർട്ടികളുടെയും നേതൃത്വത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. തിരുവനന്തപുരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ തന്നെ അത്തരത്തിൽ അതിൻ്റെ മുമ്പിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരും വിവിധ സംഘടനകളിൽപ്പെട്ടവരും മതമേലധ്യക്ഷന്മാരും സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലുള്ളവരും വിവിധ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ അങ്ങനെ പ്രതിഷേധത്തിൻ്റെ കണ്ണികളായി അവിടെ അതിൽ പങ്കെടുത്തു, അതിൽ പ്രസംഗിക്കുകയും ചെയ്തു. കേരള നിയമസഭ ഇന്ത്യയിലാദ്യമായി ഇതിനെതിരായി പ്രമേയം പാസ്സാക്കിയ നിയമസഭയാണ്. ഇന്ന് സുപ്രീം കോടതിയുടെ മുമ്പാകെ 26, അതിലിപ്പോൾ ഒരു ഹർജി കൂടി വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 26 കേസുകൾ ഉണ്ടായിരുന്നതിൽ ആദ്യത്തെ അങ്ങനെ ഒരു സംസ്ഥാന സർക്കാർ തന്നെ ഹർജി, വൺ ഓഫ് ദ പെറ്റീഷണേഴ്സ് എന്നുള്ളത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പെറ്റീഷണറായി വരുന്നത് കേരള സർക്കാരാണ്. BJP ഇതര സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് ആദ്യമായി ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്തെഴുതുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. ഈ സമരം ഇത്തരം ഒന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് അന്നത്തെ KPCC പ്രസിഡന്റ്, ഞാനിപ്പോൾ താങ്കളുടെ ഈ ചോദ്യത്തിൽ ഇപ്പോൾ CAA എന്നൊരു വാക്ക്, ഒരു പദം കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്തതിനെ സംബന്ധിച്ചുള്ള ചർച്ച നടത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ വല്ലാതെ വെപ്രാളത്തിലാണ്. സ്വാഭാവികമാണ് അവരുടെ ഒരു വെപ്രാളം എന്നുള്ളത്. ആ വെപ്രാളത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് ഇന്നത്തെ KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഞങ്ങൾക്ക് അങ്ങനെ എഴുതാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞത്. മറ്റൊരു നേതാവ് പറയുകയുണ്ട്, ഇത് ഡൽഹിയിലാണ് ഇതെല്ലാം എഴുതിയത്, അപ്പോൾ ഞങ്ങളെ ഈ കാര്യത്തിൽ പിടിക്കരുത്, ഞങ്ങളല്ല ഇതിൻ്റെ ഉത്തരവാദികളെല്ലാം കേന്ദ്രത്തിൽ, അവിടെ ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വത്തിൽ തീരുമാനിച്ചതാണെന്ന് പറയുന്നു. അന്നത്തെ KPCC അധ്യക്ഷൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ഇവിടെ ഈ സമരവുമായി മുന്നോട്ട് മറ്റു പാർട്ടികൾ LDFുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുമിച്ച് നിൽക്കുന്നതെന്ന് അവരെ വിടുതൽ ചെയ്ത് കൊണ്ടുപോയത്, അവരെ പിന്മാറ്റി കൊണ്ടുപോയത് എന്തിനാണ്? അപ്പോൾ അങ്ങനെ പിന്മാറ്റി കൊണ്ടുപോയെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശവും മറവും സമ്മതത്തോടും കൂടിയാണോ? അതും കോൺഗ്രസ് പറയേണ്ടതായിട്ട് വരും. ഇവിടെ ഇപ്പോൾ CAA എന്നൊരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞില്ല, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് കോൺഗ്രസ് പറയുന്നു എങ്കിൽ ഇവിടെ മറ്റു ചില നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ എന്താണ്? ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രം ഇന്ത്യയാണെന്നാണ്, അല്ലേ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രം ഇന്ത്യയാണെന്ന് പറയുമ്പോൾ ഇനി വേണമെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് പറയും അത് ഞങ്ങളുടെ നേട്ടമാണ്. ഏത്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നമ്പർ 1 ഇന്ത്യ മാറി എന്ന് വേണമെങ്കിൽ അവർ പറഞ്ഞുകൂടാതെയില്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൗരന്മാരുള്ള രാഷ്ട്രം എന്നത് ഇന്ത്യയാണ്. ആ പൗരത്വവുമായി ബന്ധപ്പെട്ടാണ് ഭരണഘടനാ വിരുദ്ധമായ ഈ നിലപാട് ഇത്തരത്തിൽ, അത് RSSൻ്റെ അജണ്ടയാണ്.
RSSൻ്റെ അജണ്ട എന്നത് ഒരു മതരാഷ്ട്രത്തിൻ്റെ രൂപീകരണമാണ്. ആ മതരാഷ്ട്രത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ RSS നിയന്ത്രിക്കുന്ന ഈ രാഷ്ട്രീയ സംഘടനയെ കൊണ്ട് ഈ ഒരു അജണ്ട വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ ചെറുക്കണം, അതിനെ പ്രതിരോധിക്കണം, ഇത് അപകടകരമാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കണം. അത് രാഷ്ട്രീയമാണ്. ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുക, അത്തരം കാര്യങ്ങളെല്ലാം ലോക്സഭയിലും രാജ്യസഭയിലും തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരുടെ മാത്രം ചുമതലയാണ് എന്നും അത്തരം കാര്യങ്ങളിലൊന്നും നമ്മളാരും അഭിപ്രായം പറയേണ്ടതില്ല എന്നും അത് ജനങ്ങളൊന്നും ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതില്ല എന്നും ഒക്കെ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പം ലോകത്തിലെ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനാധിപത്യ രാഷ്ട്രം, അത് മൾട്ടി പാർട്ടി ഡെമോക്രസി ആകട്ടെ, അല്ല 2 പാർട്ടികൾ മാത്രമുള്ള US എന്നുള്ളത്, മറ്റ് പാർട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ പ്രധാനമായി പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അതൊരു ബൈപോളറായിട്ടാണ്. അങ്ങനെയുള്ള രാഷ്ട്രങ്ങളിൽ നമ്മൾ എവിടെ എടുത്തിരുന്നാലും ഏതെങ്കിലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ, ഒരു ഡെമോക്രാറ്റിക് നാഷനിൽ പൗരത്വത്തെ മതവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് US-ൻ്റേതായിട്ടുള്ള അവരുടെ ആശങ്ക അവർ അറിയിക്കുകയുണ്ടായി. ഐക്യരാഷ്ട്രസഭ ഇക്കാര്യത്തിൽ ഈ ഉത്കണ്ഠ അറിയിക്കുകയുണ്ടായി. മറ്റു പല രാഷ്ട്രങ്ങളും ഇത്തരം കാര്യങ്ങൾ അവർ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള അവരുടെ ചാനൽസിൽ നടത്തുന്നതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിലേക്കെല്ലാം വരണമെന്നൊന്നുമില്ല. അവരും ഇത്തരം കാര്യങ്ങളിൽ അവരുടെ ആശങ്കയും ഉത്കണ്ഠയും ഒക്കെ അവർ അറിയിച്ചിട്ടുണ്ട് ഇത്തരം കാര്യത്തെ സംബന്ധിച്ച്. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. എന്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഇക്കാര്യത്തെ സംബന്ധിച്ച് അച്ചടിച്ച് പുറത്തു വന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ആ പ്രകടന പത്രികയിൽ ഇല്ല എന്നുള്ളത്. കരട് പത്രികയിൽ ഉണ്ടായിരുന്നു എന്ന് ഒരു മാധ്യമം അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ വായിച്ചു, ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു. ഇത് ചോദിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് വല്ലാതെ പൊള്ളുന്നതായ ഒരു ചോദ്യമായി മാറുന്നു. സഖാവ് പിണറായി വിജയനെ ഭത്സിക്കുന്നു. അദ്ദേഹം ഇക്കാര്യം ചോദിക്കാൻ ആര് എന്നുള്ള നിലയിലേക്ക് വെച്ചു. അദ്ദേഹം എന്നുള്ളത് മാത്രമല്ല, ഓരോ ഇന്ത്യൻ പൗരനും ഇത് ചോദിക്കാനുള്ള അധികാരമുണ്ട്. CPIM-ൻ്റെ പ്രകടന പത്രികയെ സംബന്ധിച്ച് CPIM-ൽ അംഗങ്ങൾക്ക് മാത്രമാണോ ചോദ്യം ചോദിക്കാനുള്ള അവകാശവും അധികാരവും ഉള്ളത്? അല്ല, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണോ അതിന് അധികാരവും അവകാശവും ഉള്ളത്? അല്ലല്ലോ. നമ്മുടെ ഒരു രാഷ്ട്രത്തിൻ്റെ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയാണ്. അവിടെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാഷ്ട്രം, ഇന്ത്യ, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ അയൽക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമല്ല, മറ്റു രാഷ്ട്രങ്ങളുമായി ഇൻക്ലൂഡിങ് ഞാൻ ഈ പറയുന്നതിൽ പലസ്തീനുമായിട്ടുള്ള ബന്ധമടക്കം, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചടക്കം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായ അന്തർദേശീയ ഈ ബന്ധങ്ങളെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കണം ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നത്, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒക്കെ അവിടെ പറയുമല്ലോ. രാജ്യത്തെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ പറയുമല്ലോ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു വല്ലാത്ത ഈ ഇരുതല മൂർച്ചയുള്ള വാളായി മാറി. എന്തേ? അവരുടെ തന്നെ നേതാവായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് BJP നേതാവായി. അദ്ദേഹം അഴിമതി ആരോപണം നേരിട്ടതിനെ തുടർന്ന് നേരെ അപ്പുറത്തേക്ക് പോയി. എങ്ങനെയാണ് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കടക്കം കൈക്കൂലി കൊടുത്തു എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം. അതിനെ സംബന്ധിച്ചൊരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹം ഇന്ന് ആസാമിൽ ഈ CAA-യുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതിൻ്റെ മറ്റൊരു പതിപ്പ് അവിടെ വേറെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആസാം അക്കോർഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ ഇരുതല മൂർച്ചയുള്ള ഒരു വാള് എന്തിനാണ് നമ്മൾ അരുനിന്ന് കൊടുക്കുന്നത് എന്നുള്ളൊരു തോന്നലിൽ നിന്ന് ഇത് വന്നാൽ, പിന്നെ ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, മൃദു ഹിന്ദുത്വ സമീപനം എന്നുള്ളത് മധ്യപ്രദേശിൽ ഇപ്പോൾ ഭരണത്തിലല്ലെങ്കിൽ പോലും, ഇപ്പോൾ ഭരണത്തിലുള്ള തെലങ്കാനയിൽ, ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലുള്ള ഭരണത്തിലുള്ള കർണാടകയിൽ ഒക്കെ ഈ അടുത്ത കാലത്ത് നമ്മൾ ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഈ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ മതവുമായി കൂട്ടിച്ചാലിക്കുന്ന നിലയിലേക്ക്, കൂട്ടിക്കുഴയ്ക്കുന്ന നിലയിലേക്ക് വന്നപ്പോൾ എടുത്ത ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ മതനിരപേക്ഷ നിലപാടുകളും കോൺഗ്രസ് തന്നെ ഒരു കാലത്ത് ഉയർത്തിപ്പിടിച്ച ആ മതനിരപേക്ഷ നിലപാടുകൾക്കും വിരുദ്ധമാണ് എന്ന് പറയാം.